ഈദ് അൽ അദ. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാ വർഷവും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുമ്പോഴും ആ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കേണ്ടിയിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഒരു കിണറിനകത്ത് ശ്വാസം മുട്ടി മരിച്ചത് നിങ്ങൾ എല്ലാവരും മറക്കുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം 2002 ഫെബ്രുവരി 27. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും ഒരുപാട് മുസ്ലിം കുഞ്ഞുങ്ങളും ആ ഒരു കിണറിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂള വെക്കാൻ പാടില്ല, അത് ഹറാമാണ്, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ വീടിനകത്ത് നിന്ന് എടുത്ത ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് അവരെ കത്തിച്ച് ആ കിണറിലേക്ക് ഇട്ടു എന്നുള്ളത്. ബാബു ബജ്റാങ്കിയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിൽ നിന്ന ഒരാളുണ്ട്, അതാണ് അശോക് മോച്ചി. അശോക് മോച്ചിയുടെ ആ ഒരു ഫോട്ടോ, ഇരുമ്പ് ദണ്ട് കൈകളിലേന്തി നെറ്റിയിൽ കാവിക്കോണകവും കെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സത്യത്തിൽ ഹിന്ദു ഭീകരതയുടെ മുഖമായിട്ട് അത് എന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ RSS എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം തന്നെയാണ്. ഒരുപക്ഷെ എന്താണ് അശോക് മോച്ചിയെ കൊണ്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യം പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ജാതിവെറി കൊണ്ടോ മതവെറി കൊണ്ടോ അദ്ദേഹം ചെയ്തു കൂട്ടിയതല്ല എന്നുള്ളത് കാലം അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്നുള്ളതാണ്. 2002 ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരത അത് മുഴുവനായിട്ട് ഈ പറയുന്ന മോച്ചി എന്ന വ്യക്തിയുടെ ആ ഒരു ഫോട്ടോയിലൂടെ നമ്മൾ കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് മോച്ചി ഇത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഒരുപക്ഷെ മോച്ചിയേക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പേരും ബാബു ബജ്റാങ്കി എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിയുടെയാണ്. നിർഭാഗ്യവശാൽ അയാളുടെ ഫോട്ടോയൊന്നും അന്ന് വന്നില്ല. അയാളുടെ ഫോട്ടോയൊക്കെ കാലങ്ങൾക്ക് ശേഷമാണ് വന്നത് എന്നുള്ളതാണ്. മോച്ചിയെ കുറിച്ച് പറയാം. മോച്ചിയെ കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രണയമായിരുന്നു. അദ്ദേഹത്തിന് 10 വർഷത്തോളമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുണ്ടായിരുന്നു. ആളൊരു ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ദളിതനാണ്. ആ ഒരു ദളിതൻ ഒരു OBCയിലുള്ള പെൺകുട്ടിയെ പ്രണയിച്ചു. അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലായി. പക്ഷെ വിവാഹത്തോടടുത്തപ്പോഴേക്കും മോച്ചിക്ക് കാര്യം പിടികിട്ടി. എന്താ, നീ ദളിതനാണ്, നിനക്ക് അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും യോഗ്യതയില്ല, അവർ കുടിക്കുന്ന ക്ലാസ് ഒന്ന് തൊടാൻ പോലും നിന്നെ കൊണ്ട് കഴിയില്ല എന്ന കാര്യം. അങ്ങനെ മോച്ചിയെ ആ ഒരു പെൺകുട്ടി തേച്ചു നൈസായിട്ട്. പിന്നീട് അങ്ങോട്ട് താടിയും മുടിയും ഒക്കെ വളർത്തിക്കൊണ്ട് ആള് പ്രണയ നൈരാശ്യത്തിൽ നടക്കുക. അന്നത്തെ സാഹചര്യത്തിൽ തന്നെ ദളിതർക്ക് ഗുജറാത്തിൽ വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല, അത് ഇന്നും ഇല്ല കേട്ടോ. അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു കോളനിയിലാണ് അവർ താമസിച്ചിരുന്നത്. കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ല, അട്ടിക്കട്ടിക്ക് കിടക്കുക എന്നൊക്കെ നമുക്ക് പറയില്ല. അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരുടെ ഇടയിലേക്കാണ് ഒരുപക്ഷെ ബാബു ബജ്റാങ്കിയെ പോലെയുള്ള നികൃഷ്ട ജീവികളായിട്ടുള്ള RSSന്റെ തിട്ടൂരം തലയിലേറി നടക്കുന്ന ഗോമൂത്രം നിരന്തരം സേവിക്കുന്ന ആ നാറികൾ വന്നിട്ട് കുറെ വിഷം കുത്തിക്കൊടുക്കുന്നത്. നിലവിൽ പ്രണയം നഷ്ടപ്പെട്ടു, പ്രണയ നൈരാശ്യത്തിലാണ്, താടിയും മുടിയൊക്കെ വളർത്തി, എന്ത് ചെയ്യണമെന്നറിയാതെ 28 വയസ്സുകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഗോദ്രയിൽ ട്രെയിനിൽ വെച്ച് ഒരുപാട് കർസേവകരെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ തീ വെച്ച് കൊന്നു എന്ന നുണ പ്രചരിപ്പിച്ച് ആ നാടുകളിലെല്ലാം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ കൂട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ പറയുന്ന മോച്ചിയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആളത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതായത് അവിടെ ദളിതന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണിസം തലയിൽ പേറി നടക്കുന്ന കുറെ സംഘികളുണ്ട്. ഈ സംഘികളെ കൊണ്ടൊക്കെ തന്നെ മനസ്സിനകത്ത് ഭയങ്കര വെറുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുക. സ്വന്തം സമുദായത്തോട് പോലും സ്വന്തം ജാതിയോട് പോലും ഇവര് ഈ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ ഓൾറെഡി മോച്ചി ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവൻ, പ്രണയം നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ SCയും OBCയും ജാതിയും തമ്പുരാനും അല്ലെങ്കിൽ മതവും എല്ലാം ചേർന്നുകൊണ്ട് ഒരു മിശ്രിതം എന്ന വേണം അയാളെ തലക്കകത്ത് ഒരു വിഷം ഇങ്ങനെ കിടന്ന് തിളക്കുക. ആ വിഷം തിളച്ച് മറയുന്ന സമയത്ത് അയാളുടെ പിന്നിൽ നിന്നും ഇങ്ങനെ നയിക്കാൻ കുറെ ബാബു ബജ്റാങ്കികൾ വന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ശത്രുക്കളായിട്ടുള്ളത്, അവരാണ് നമ്മളെ ഇങ്ങനെ ചെയ്തത്, നമ്മുടെ കർസേവകരെ അവർ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷം അങ്ങ് കുത്തിക്കയറ്റി അതിന്റെ ഭാഗമായിട്ട് ഒരു ഇരുമ്പ് ദണ്ടുമായിട്ട് ആക്രോശിക്കാൻ ഇറങ്ങിയ ആ ഒരു മനുഷ്യന്റെ ഒരു ഫോട്ടോ
അത് ഏതോ ഒരു പത്രപ്രവർത്തകൻ എടുത്തു, ഒരു ഫോട്ടോഗ്രാഫർ എടുത്തു. അത് ലോകത്തിന്റെ നെറുകയിലെത്തി എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളും ഈ മോച്ചിയാണ്. പക്ഷെ മോച്ചി ആയിരുന്നില്ല അന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്, അത് ബാബു ബജറാംഗി ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആളുടെ മുഖം തന്നെ എല്ലാവരുടെ ഹൃദയത്തിലും പതിഞ്ഞു. RSS ഭീകരത എന്ന് പറയുമ്പോൾ ഓടി വരുന്ന 2 ഫോട്ടോയുണ്ട്. ഒന്ന് അൻസാരിയുടെ കൈകൂപ്പി നിൽക്കുന്ന ഒരു ഫോട്ടോ, സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കലാപകാരികൾക്കിടയിൽ ശ്വാസം മുട്ടി ശ്വാസം ഇറുക്കി പിടിച്ചു നിന്ന അൻസാരിയുടെ ഫോട്ടോ. അൻസാരി അന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് വീടിന്റെ താഴെയുള്ള, അവരുടെ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്, വീടിന്റെ താഴെയുള്ള ഒരു വർക്ക്ഷോപ്പിന്റെ അടിയിൽ തീ പുകയുന്നത് കാണുന്നത്. ജനാല വഴി നോക്കുമ്പോൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം സംഘികൾ ചേർന്നുകൊണ്ട് ആ കട തീയിടുന്നതാണ് കാണുന്നത്. അയാൾ ആകെ പേടിച്ചു വീടിന്റെ അകത്ത് തന്നെ കയറിയിരുന്നു. തൻ്റെ 2 പെൺമക്കളെയും തൻ്റെ ഒരു ആൺകുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും ചേർത്ത് പിടിച്ച് ആള് ശ്വാസം ഇറുക്കി പിടിച്ചു കിടന്നു. മണിക്കൂറുകളോളം താഴെ ഈ കലാപകാരികൾ കലാപം അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. റോട്ടിലൂടെ പോകുന്ന ആളുകളെ അടിക്കുകയും കൊല്ലുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് വിളി കേൾക്കുമ്പോഴാണ് ആള് ആ കാര്യം മനസ്സിലാക്കുന്നത്. മണിക്കൂറുകളോളം തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് ശ്വാസം ഇറുക്കിപ്പിടിച്ച് കരച്ചില് പോലും പുറത്തേക്ക് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ വിങ്ങി പൊട്ടിയിരിക്കുക. പെട്ടെന്ന് റോഡിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ജനാല വഴിയിലൂടെ നോക്കുമ്പോൾ പട്ടാളക്കാരെ കാണുന്നത് അൻസാരിക്ക് ഒരു സന്തോഷം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന ധാരണയിൽ ആള് ബാൽക്കണിയിൽ നിന്ന് പട്ടാളക്കാരെ വിളിച്ചു കൂവിക്കൊണ്ട് കരയുന്ന സമയത്ത് പട്ടാളക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയാണ് ലോകം ചർച്ച ചെയ്തെന്നുള്ളതാണ്. 2 ഫോട്ടോയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷെ ഈ 2 പേരും ഒരു പക്ഷേ നിരപരാധികളായിരുന്നു. അതായത് മോച്ചിയുടെ സാഹചര്യം കൊണ്ടും BJPയുടെ വിഷം നെഞ്ചിൽ കയറിയതിന്റെ ഭാഗവുമായിട്ടാണ് ആൾ ആ ഇരുമ്പ് ദണ്ടും എടുത്ത് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്വന്തം മക്കൾക്ക് വേണ്ടി കരയുകയാണ്. ഈ 2 ഫോട്ടോയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഗുജറാത്ത് കലാപത്തിന് ശേഷം 2013 ഈ 2 പേരും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒരു തവണയല്ല, ഒരുപാട് തവണ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിലായിരുന്നു ഈ 2 പേരും വന്നത്. അന്ന് അൻസാരിയുടെ ആത്മകഥയും കേരളത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മോച്ചിയിലേക്ക് വരാം. മോച്ചി അന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഈ ഒരു കാര്യത്തിൽ ഇപ്പോ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി താമസിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. തെരുവിൽ കിടന്നുറങ്ങുന്നു, തെരുവിൽ തന്നെ പണിയെടുക്കുന്നു, തെരുവിൽ തന്നെ മരിച്ചു വീഴാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. കാരണം തെറ്റ് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ആളുകൾ അത് അനുഭവിച്ച് തന്നെ പോവും. അനുഭവിക്കാതെ ഒരാളും ഇവിടെ കടന്നു പോവില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തെരുവീതികളിൽ തന്നെയാണ് ആള്. അൻസാരി ഒരു തയ്യൽ ഷോപ്പൊക്കെ നടത്തി അങ്ങനെ ജീവിച്ചു പോകുന്നു. അയാളുടെ 2 മക്കളിൽ, അയാളുടെ 3 മക്കളിൽ 2 പെൺകുട്ടികളാണ്. അതിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, മകന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി. അവിടെ തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ അർത്ഥം വേണ്ട. അൻസാരി അവിടെ സേഫാണ്, പക്ഷെ മോച്ചി സേഫ് അല്ല. അറിഞ്ഞും അറിയാതെയും ചെയ്തതാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മോച്ചി എന്ന് പറയുന്ന വ്യക്തി പ്രണയിച്ചിരുന്നു. ആ പ്രണയം പോലും ആൾക്ക് നഷ്ടപ്പെടുകയാണ്. എന്തിന്റെ പേരിൽ അറിയാം? ജാതിയുടെ പേരിൽ. സ്വന്തം സമുദായത്തിനകത്ത് നടക്കുന്ന ജാതീയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ BJP കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നോക്കുന്നത്. ഒരു കൂട്ടം സാധാരണക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി പെടുന്നത് എന്നുള്ളതാണ്. മോച്ചി എന്തായാലും റോഡിൽ തന്നെ മരിച്ചു വീഴും. കാരണം അയാൾക്ക് വീടില്ല, നാടില്ല, ഒന്നുമില്ല. പേടിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പേടിയൊക്കെ പോയി. എപ്പോ മരിച്ചാലും സന്തോഷം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും കൊള്ളാം അല്ലെ? നമ്മൾ കാണുന്ന പല മുഖങ്ങളും അത് കുറെയൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതും ചിലതൊക്കെ അറിയാതെ പെടുന്നതും ചിലത് മാത്രമാണ് അത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ? ഇവിടെ ഇപ്പോ ബാബു ബജ്റാംഗിയുടെ ഫോട്ടോയല്ലേ ശരിക്കും നമ്മൾ ഷെയർ ചെയ്യപ്പെടേണ്ടത്? അന്ന് ബാബു ബജ്റാംഗിയല്ലേ ഏറ്റവും കൂടുതൽ ക്രൂരതകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ മോച്ചി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് എന്നുള്ളതാണ്. ഇന്നും ഭീകരതയുടെ മുഖമായിട്ട് മോച്ചിയുടെ ഇരുമ്പ് ദണ്ട് എന്തിയ കാവിക്കോണകം നെറ്റിയിൽ കെട്ടി നിൽക്കുന്ന ആ ആക്രോശി നിൽക്കുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോക്ക് പിന്നിലെ കഥ ഇതാണ് എന്നുള്ളതാണ്. പ്രണയം നഷ്ടപ്പെടുന്നു, ദളിതൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയാണ് ഗുജറാത്ത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ജാതിയുടെ പേരിൽ തന്നെയാണ് ചവിട്ടി താഴ്ത്തപ്പെടുന്നത്. ആ ഒരു സമയത്ത് BJPയുടെ വിഷം കുത്തി കയറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കള് അത് മുസ്ലിങ്ങളാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ട് അവരെ തമ്മിൽ തല്ലിച്ചു. ഒരു സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന നാടാണത്രേ, ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന നാടാണത്രേ. ആ നാട്ടിലാണ് BJPയുടെ തിട്ടൂരം അഴിഞ്ഞാടിയെന്നുള്ളതാണ്. അന്ന് ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ ടോപ്പിലെത്തി. പക്ഷെ ഒരെണ്ണം നരകിക്കാതെ തീരൂല എന്നുള്ള കാര്യത്തിന്
തർക്കമൊന്നും വേണ്ട. അപ്പൊ ഇതാണ് മോച്ചി. അങ്ങനെ എത്രയെത്ര മോച്ചിമാര്, അങ്ങനെ എത്രയെത്ര അൻസാരിമാര്